ഹായ് ഡീസ്, അസ്സലാമു അലൈക്കും. നമുക്ക് ഏത്തമ്പഴം ഒരു മുട്ടയും ബ്രെഡും ഒക്കെ കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി നോക്കിയാലോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം എത്രയാണ് ആവശ്യം അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 4 ബ്രെഡ് പൊടിച്ചതാണ് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ല ലൂസായിട്ട് വരണം. ആ ഒരു പരുവം എത്തുന്നത് വരെ നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് പാലൊഴിച്ചിട്ട് ഇതാ കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ചിരകിയ തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി എന്താ, ഒരു ചെറിയ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടറോ ഗീയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇതേപോലെ ഒന്ന് വിതറി കൊടുത്തിട്ട് ഒരു ഏത്തമ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മേളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വേറൊരു പാനിലേക്ക് തട്ടി ആ ഒരു സൈഡും കൂടി ഒന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രെഡും മുട്ടയും പഴമൊക്കെ കൊണ്ട് തയ്യാറാക്കിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ ഇതുകൊണ്ടാണ് ആ കാരമലായിട്ട് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.